അത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കാം. വേർബ്സ് എന്ന് പറയുമ്പം ആക്ഷൻ വേർഡ്സ്, ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡായിരിക്കും വേർബ്സ്. നൗൺ എന്ന് പറയുമ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ എൻ ഐഡിയ, ഒരു പേരായിരിക്കും നൗൺ. പക്ഷെ വേർബ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആക്ഷൻ ആയിരിക്കും. ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ സിംപ്ലി ഇറ്റ്സ് എൻ ആക്ഷൻ വേർഡ്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം ടു പ്ലേ, ടു ലേൺ, ടു സ്മൈൽ, ടു വാക്ക്, ടു സ്റ്റഡി, ടു സീ, ടു ലുക്ക്. കണ്ടോ, ഇതെല്ലാം വേർബ്സാണ്. ഇനി കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർബിനെ സബ്ജക്റ്റുമായിട്ട് മാച്ച് ചെയ്യണം. അതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അത് മിക്ക ലാംഗ്വേജസിലും ഉണ്ടാവും. ഇതിലും ഉണ്ട്, ജർമ്മനിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്, ജർമ്മനിലും ഉണ്ട്. വിൽ സി. ഇപ്പം ഫോർ എക്സാമ്പിൾ ടു പ്ലേ എന്ന് പറയുന്നത് ഞാൻ ആ വേർബ് എടുത്തു. ടു പ്ലേ എന്ന് പറയുമ്പം അതാണ് അതിൻ്റെ ഇൻഫിനിറ്റീവ്. സോ വേർബിന് നമുക്ക് എപ്പോഴും നമ്മൾ വേർബിനെ ഒറ്റക്ക് നിർത്തുമ്പം നമ്മളതിനെ ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും പറയുക. മനസ്സിലായോ? അതായത് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനെ ഇൻഫിനിറ്റീവ് ഫോമിലായിരിക്കും പറയുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വേർബ്സിൻ്റെ എക്സാമ്പിൾ പറയുമ്പം നമ്മളിപ്പോൾ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേർബ് ആവണമെന്നില്ല. പ്ലേ എന്ന് പറഞ്ഞാൽ അത് നൗണും ആവാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം പ്ലേ, അതൊരു നൗണാണ്, ഒരു കളിയുടെ പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ. ലേൺ എന്ന് പറയുന്നതും നൗൺ ആവാം. പക്ഷേ നമ്മൾ വേർബായിട്ട് അതിനെ ഒറ്റക്ക് നിർത്തുമ്പം നമ്മളെപ്പോഴും അതിനെ ഇൻഫിനിറ്റീവ് രൂപത്തിലായിരിക്കും പറയുക. അതിൻ്റെ ഗ്രൂണ്ട് ഫോം അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഫോമിലായിരിക്കും പറയുക. അതാണ് ടു പ്ലേ. അവിടെ ഇംഗ്ലീഷിൽ എപ്പോഴും ടു ചേർത്തിട്ടായിരിക്കും പറയുക, ഫ്രണ്ടിൽ എപ്പോഴും ടു ഉണ്ടാവും. അത് പിന്നെ ഒരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പം നമ്മളതിനെ കോൺജുഗേറ്റ് ചെയ്യും. ആ സബ്ജക്റ്റുമായിട്ട് നമ്മളതിനെ മാച്ച് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ടു പ്ലേയിലെ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റുമായിട്ട് ഞാനത് മാച്ച് ചെയ്യുമ്പം ഐ പ്ലേ എന്നായി. അവിടുത്തെ ആ ടു പോയി. യു വരുമ്പം യു പ്ലേ, അവിടെയും ടു പോയി. ഹീ ഷീ ഇറ്റ് വരുമ്പോഴത്തേനും പ്ലേ, അവിടെ ടൂവും പോയി, പ്ലേസ് എസ് ചേർത്തു. ഹീ പ്ലേസ് ഫുട്ബോൾ. ഹീ പ്ലേ ഫുട്ബോൾ എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ ഹീ ടു പ്ലേ ഫുട്ബോൾ എന്ന് പറയത്തില്ല. ഹീ പ്ലേസ് ഫുട്ബോൾ. ഐ പ്ലേ ഫുട്ബോൾ, യു പ്ലേ ഫുട്ബോൾ, ബട്ട് ഹീ പ്ലേസ് ഫുട്ബോൾ. അപ്പോൾ ആ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വേർബിനെ മാച്ച് ചെയ്യുന്നതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുക. ഓക്കെ. ഇതിനി നമ്മൾ ജർമ്മനിൽ പറയുകയാണെങ്കിൽ, ഓഫ് ഡോയ്ച്ചിലാണെങ്കിൽ സ്പീലൻ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ പോലെ തന്നെ ജർമ്മനിലും ഉണ്ടാവും ഒരു ഇൻഫിനിറ്റീവ്, ഒരു ഗ്രൂണ്ട് ഫോം, അതായത് വേർബിൻ്റെ ഒറിജിനൽ ഫോം. വേർബ് ഒറ്റക്ക് നിൽക്കുമ്പം ആ ഫോമിലായിരിക്കും പറയുക നമ്മൾ. അതിലിവിടെ പറയാം സ്പീലൻ. നമ്മൾ ടു പ്ലേ പറയുന്ന കണക്ക് ഇവിടെ സ്പീലൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കപ്പോഴും, എപ്പോഴും അല്ല, പക്ഷെ മിക്കപ്പോഴും ഓൾമോസ്റ്റ് ഒരു 90%, 98% വേർബ്സും വെച്ചിട്ടായിരിക്കും ജർമ്മനിൽ തീരുക. കുറച്ച് വേർബ്സ് ഉണ്ട് ചേർച്ച് തീരാത്ത, പക്ഷേ മോസ്റ്റ് ഓഫ് ദ വേർബ്സ് ആർ എൻഡിങ് വിത്ത് ജർമ്മനിലെ ആണ് ഇംഗ്ലീഷിലെ ടിഒ. മനസ്സിലായി? വേർബിലെ ടു, അതായത് വേർബിൽ നമ്മൾ ടു പ്ലേ എന്ന് പറയുക, അല്ലെങ്കിൽ ടു സ്മൈൽ എന്ന് പറയുമ്പോൾ ആ ടു ആണ് ജർമ്മനിൽ വരുമ്പോൾ ആവുന്നത്. ഓക്കെ. സോ ഞാനത് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. അപ്പോൾ സ്പീലനിലെ ആ ഉള്ളതുകൊണ്ട് അത് ഇൻഫിനിറ്റീവായിട്ട് നമ്മൾ പറയണം. സോ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് വേർബിൻ്റെ ഒറിജിനൽ ഫോം, അത്ര ഓർത്താൽ മതി. ഇനി ആ വേർബിന് നമുക്കൊരു വേർബ് സ്റ്റെം ഉണ്ടാവും. വേർബ് സ്റ്റാം എന്ന് ജർമ്മനിൽ പറയും, ഇംഗ്ലീഷിൽ വേർബ് സ്റ്റെം എന്ന് പറയും. അതായത് അതിൻ്റെ ഇൻഫിനിറ്റീവ് അല്ലാതെ അതിന് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിന് എവിടെയാണ് ചേഞ്ചസ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരിക എന്ന് തീരുമാനിക്കുന്നത് ഈ വേർബ് സ്റ്റെമ്മാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിനക്ക് ചിലപ്പോൾ മനസ്സിലാവും. സോ ഫസ്റ്റ് നമുക്ക് ഈ ജർമ്മനിലെ എക്സാമ്പിൾ നോക്കാം. സ്പീല്, ദു സ്പീൽസ്റ്റ്, എറസ് സ്പീൽഡ്. കണ്ടോ, ഇവിടെ ഓരോ സബ്ജക്റ്റ്, ജർമ്മനിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിനനുസരിച്ചും നമ്മുടെ വേർബിൻ്റെ കോൺജുഗേഷൻ മാറും. ഇംഗ്ലീഷിൽ ഹീ ഷീ ഇറ്റ് അവിടെ വരുമ്പോൾ മാത്രമായിരുന്നു മാറുന്നത്. പിന്നെ ഹൈ പ്ലേ, യു പ്ലേ, അതൊക്കെ മോസ്റ്റ്ലി ബാക്കി എല്ലാത്തിനും സെയിം ആയിരുന്നു. പക്ഷേ ജർമ്മനിൽ വരുമ്പോഴത്തേനും ദു, എറസി, വിയ, സി എല്ലാത്തിനും കോൺജുഗേഷൻസ് ഉണ്ട്. അതാണ് ജർമ്മനിലെ ഒരു പ്രോബ്ലം. പക്ഷേ അത് ശരിക്കും പ്രോബ്ലം അല്ല. ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റഡി. അത് എല്ലാവർക്കും ഫസ്റ്റ് കേൾക്കുമ്പോഴത്തേനും ഇച്ചിരി പാടായിരിക്കും, പക്ഷേ ആഫ്റ്റർ സം ടൈം യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. സോ വേർബ് സ്റ്റെമ്മും വേർബ് സ്റ്റാമിനെയും പറ്റി പറയാം. വേർബ് സ്റ്റെം അല്ലെങ്കിൽ വേർബ് സ്റ്റാം ജർമ്മനിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടു ചേർത്ത് വരുന്നതാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ആ ടു മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടോ അതിനെയാണ് വേർബ് സ്റ്റെം എന്ന് ഇംഗ്ലീഷിൽ പറയും. നേരത്തെ എടുത്ത എക്സാമ്പിൾ ആണെങ്കിൽ ടു പ്ലേയിൽ ടു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ട്, പ്ലേ. ആ പ്ലേ ആണ് വേർബ് സ്റ്റെം. ഓക്കെ.
ജർമ്മനിലാണെങ്കിൽ ആ ടൂവിന് പകരം ജർമ്മനിൽ എന്താ വരിക ഇ എൻ ആണ്. അപ്പോൾ ആ വേർബിൽ നിന്നും എല്ലാ വേർബ്സിലും അല്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ വേർബ്സിലും ഇ എൻ വരുന്ന വേർബ്സിൽ നിന്ന് നമ്മൾ ഇ എൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടോ അതാണ് വേർബ് സ്റ്റാം ജർമ്മനിൽ. ഷ്പീലനാണെങ്കിൽ ആ ഷ്പീലിലെ ഇ എൻ എടുത്ത് മാറ്റുക ഷ്പീൽ, അല്ലെങ്കിൽ മാഹനാണെങ്കിൽ മാഹൻ്റെ ഇ എൻ മാറ്റുക മാഹ്, ഷ്രൈബനാണെങ്കിൽ ഷ്രൈബ്, കണ്ടോ ഷ്രൈബൻ എന്നുള്ള ഇ എൻ കളഞ്ഞപ്പോൾ ഷ്രൈബ്. അങ്ങനെ നമ്മൾ ആ ലാസ്റ്റത്തെ ഇ എൻ കളഞ്ഞ് വരുന്ന ബാക്കി എന്തുണ്ടോ അതിനാണ് നമ്മൾ വേർബ് സ്റ്റാം എന്ന് പറയുന്നത്. ഈ വേർബ് സ്റ്റാമിനകത്തായിരിക്കും നമ്മൾ കോൺജുഗേറ്റ് ചെയ്തിട്ട് എന്താണോ ലാസ്റ്റ് വരുന്ന ലെറ്റർ വരുന്നത് അത് ചേർക്കുന്നത്. ഓക്കെ, അത് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വേർബ് ഡിവിഷൻ. ഈ വേർബിനെ റീഗൽ മേസികയും ഉൺറീഗൽ മേസികയായിട്ട് തിരിച്ച് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും ഇതിന് വേണ്ടിയിട്ടല്ല ശരിക്കും അതിൻ്റെ തിരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പം നീ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് നമ്മൾ കോൺജുഗേഷൻ്റെ ബേസിസിൽ റീഗൽ മേസിക ഉൺറീഗൽ മേസിക എന്ന് പറയാം. പക്ഷെ ശരിക്കും അതിൻ്റെ റീസൺ വേറെ, അത് യു വിൽ സ്റ്റഡി ലേറ്റർ. A1 എൻഡിലൊക്കെ ആകുമ്പോൾ പഠിക്കും വൈ ദർ ഇസ് റീഗൽ മേസിക ആൻഡ് ഉൺറീഗൽ മേസിക വേബൻ. പക്ഷേ ഇപ്പം നമ്മൾ കോൺജുഗേഷൻ പഠിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് റീഗൽ മേസിക ഉൺറീഗൽ മേസികയായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു വെച്ചാൽ ഒരു സെറ്റ് ഓഫ് വേർബ്സ്, ഒരു മോർ ദാൻ ഹാഫ് ഓഫ് വേർബ്സ് ഇൻ ജർമ്മൻ അവർ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. കോൺജുഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഈസി പാറ്റേൺ ഫോളോ ചെയ്യും. ആ പാറ്റേൺ ഫോളോ ചെയ്യുന്ന വേർബ്സിനെയാണ് നമ്മൾ റീഗൽ മേസിക വേബൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ റെഗുലർ വേർബ്സ് എന്ന് പറയും, റീഗൽ മേസിക വേബൻ. പക്ഷേ ഈ പാറ്റേൺ ഫോളോ ചെയ്യാത്ത കുറച്ച് വേർബ്സ് ഉണ്ട്. ഓക്കെ, ലെസ് ദാൻ ഹാഫ് ഓഫ് ദ വേർബ്സ് ഇൻ ജർമ്മൻ. അവർ ആ പാറ്റേൺ ആയിരിക്കില്ല ഫോളോ ചെയ്യുന്നത്, അവർക്ക് സ്വന്തമായിട്ടൊരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ നമുക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ എക്സാമ്പിൾ വരുമ്പോൾ കാണിച്ചു തരാം. അവരെ വിളിക്കുന്നവരാണ് അൺറീഗൽ അല്ല ഉൺറീഗൽ മേസിക വേബൻ. ഉൺറീഗൽ മേസിക വേബൻ ഡസ് നോട്ട് ഫോളോ ആ പാറ്റേൺ. റീഗൽ മേസിക വേബൻ ഫോളോ ആ പാറ്റേൺ. റെഗുലറായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു, അവരെ റെഗുലർ വേർബ്സ് എന്ന് വിളിക്കുന്നു. ഇറഗുലറായിട്ടൊരു ഇറഗുലറായിട്ടുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നവരെ ഉൺറീഗൽ മേസിക വേബൻ എന്ന് വിളിക്കുന്നു. റീഗൽ മേസിക വേബനിലോട്ട് വരുമ്പോൾ വി ക്യാൻ പ്രെഡിക്റ്റ് ദ കോൺജുഗേഷൻ മോസ്റ്റ് ഓഫ് ദ ടൈം. നമുക്ക് ആ കോൺജുഗേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇഷ് ആണെങ്കിൽ വേർബ് സ്റ്റാമിൻ്റെ കൂടെ ഇ ചേർത്താൽ മതി. ദു ആണെങ്കിൽ വേർബ് സ്റ്റാമിൻ്റെ കൂടെ എസ് ടി ചേർത്താൽ മതി. RCS ആണെങ്കിൽ വേർബ് സ്റ്റാമിൻ്റെ കൂടെ ടി ചേർത്താൽ മതി. വിയർ ആണെങ്കിൽ വേർബ് സ്റ്റാമിൻ്റെ കൂടെ ഇ എൻ ചേർക്കുക. ഇയർ ആണെങ്കിൽ വേർബ് സ്റ്റാമിൻ്റെ കൂടെ ടി ചേർക്കുക. സി ആണെങ്കിൽ വേർബ് സ്റ്റാമിൻ്റെ കൂടെ ഇ എൻ ചേർക്കുക. ഈ ഒരു ഓർഡർ ആയിരിക്കും നമുക്ക് എപ്പോഴും പഠിച്ചു വെക്കേണ്ടത്. ഈ ഓർഡറിൽ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന വേർബ്സിനെയാണ് നമ്മൾ റീഗൽ മേസിക വേബൻ എന്ന് പറയുന്നത്. Zum Beispiel മാഹൻ്റെ വേർബ് സ്റ്റാം മാഹ്, MACH, മാഹ്, MACH. മാഹ് അതൊരു റീഗൽ മേസിക വേബ് എന്നാണ്. അപ്പോൾ അതിന് പാറ്റേൺ ഫോളോ ചെയ്യും. അതായത് ഇഷ് മാഹ്, ദു മാക്സ്റ്റ്, മാക്ട് അല്ലെങ്കിൽ സി മാക്ട്, എസ് മാക്ട്, wir machen, ihr macht, sie machen. ഫോമലായിട്ടുള്ള യുവിലും താങ്കൾ എന്ന് പറയുന്ന ആ മലയാളത്തിൻ്റെ ജർമ്മനാണ് സി മാഹൻ. അവിടെയും മാഹൻ ഇ എൻ ചേർത്തിട്ടാണ് വരിക. സോ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്ന വേർബ്സ് ഞാനൊരു ലിസ്റ്റ് ഓഫ് വേർബ്സ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. ആ വേർബ്സ് പ്രാക്ടീസ് ദാറ്റ് യു നോ ഓൾറെഡി. ഇറ്റ്സ് വെരി ഈസി. ESTTENTEN അത് ആ ഓർഡർ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പം എന്താണ് കോൺജുഗേഷൻ എന്ന് പഠിച്ചു, എന്താണ് വേർബ്, എന്താണ് കോൺജുഗേഷൻ. ദർ ആർ 2 types of verbs when you on the basis of conjugation. കോൺജുഗേഷൻ്റെ ബേസിസിൽ 2 type of verbs ഉണ്ട്, റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ്. അത് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളാക്കി പറയുന്നത്. ശരിക്കും എൻ്റെ റീസൺ യു വിൽ സ്റ്റഡി ലേറ്റർ. ഓക്കെ, റെഗുലർ വേർബ്സ് ആണെങ്കിൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും. ദാറ്റ്സ് വാട്ട് വി സ്റ്റഡി. ആൻഡ് വി സ്റ്റഡീഡ് verb stamum infinitive is the original form. verb stam is the അതിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നതാണ് verb stam. ജർമ്മനിലാണെങ്കിൽ ഇ എൻ മാറ്റി വരുന്ന മോസ്റ്റ് ഓഫ് ദ വേർബ്സ്, എല്ലാ വേർബ്സിനും അല്ല, മോസ്റ്റ് ഓഫ് ദ വേർബ്സ് ഇ എൻ മാറ്റി വരുന്നതിനാണ് നമ്മൾ verb stam എന്ന് പറയും. ഇനി അടുത്ത ഉൺറീഗൽ മേസിക വേബൻ. ഉൺറീഗൽ മേസിക വേബൻ ഇറഗുലർ വേർബ്സ്, ഒരു പാറ്റേൺ ഫോളോ ചെയ്യത്തില്ല. ഓൾവേസ് നെസസറിലി ഒരു പാറ്റേൺ ഫോളോ ചെയ്യത്തില്ല, മീൻസ് കോൺജുഗേഷൻ പാറ്റേൺ. ഓക്കെ, നമ്മളിപ്പോൾ കോൺജുഗേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കോൺജുഗേഷൻ പാറ്റേൺ ഫോളോ ചെയ്യാത്ത വേർബ്സിനെയാണ് നമ്മൾ ഉൺറീഗൽ മേസിക വേബൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കുള്ള റീസൺ യു വിൽ സ്റ്റഡി ലേറ്റർ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് വേ ടു ടീച്ച്, ബട്ട് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയണേ. മോസ്റ്റ് ഓഫ് ദ ടൈംസ്, മിക്ക സമയത്തും ഈ ഉൺറീഗൽ മേസിക വേബനിൽ ചേഞ്ചസ് വരിക ദൂയിലും RCSലുമാണ്. അതായത് സെക്കൻഡ് സിംഗുലറിലും തേർഡ് പേഴ്സൺ സിംഗുലറിലും.
ഇവിടെ ഈ രണ്ടിടത്തുമായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ചേഞ്ചസ് വരിക. അതിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് വരിക ഈ പകരം ഐ വരും, ഈ മാറി ഐ വരണു. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് എക്ക് പകരം എ ഉംലൗട്ട് വരുന്നു, അതായത് ആ മാറി ആ ഉംലൗട്ട്. അല്ലെങ്കിൽ ഈ മാറി ഐ ഇ വരുന്നു. ഇതെങ്ങനെ നമുക്ക് പഠിക്കാമെന്ന് വെച്ചാൽ ദർ ഇസ് നോ ട്രിക്ക് ടു ലേൺ. യു വിൽ എന്താ പറയുക, കുറേ A1-ലൊക്കെ യു ഹാവ് ടു റീഡ് എ ലോട്ട് നോ. അപ്പോൾ കുറേ വായിച്ച് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. കാര്യം നമ്മൾ ദൂം എസ് യു ഒക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്ന വേർഡ്സാണ്, യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ്. സോ യു വിൽ നാച്ചുറലി ലേൺ ഇറ്റ്. ഗിവ് സം ടൈം, ഡോണ്ട് സ്ട്രെസ് ഓവർ ഇറ്റ്. ഓക്കെ, നമ്മൾ റൂള് പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള വേർബ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്, അത് പഠിച്ചു വെക്കുക. അതർവൈസ് ഓക്കെ. ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് ടൈം ബിക്കോസ് യു ആർ ലേണിംഗ് എ ലാംഗ്വേജ് ലേണിംഗ്. യു നീഡ് എ ലോട്ട് ഓഫ് ടൈം ടു ഡെവലപ്പ് ദാറ്റ്. ഇല്ലായിരുന്നു കൊച്ചുങ്ങൾ ജനിച്ച ഉടനെ സംസാരിച്ച് തുടങ്ങുമായിരുന്നല്ലോ. സോ zum Beispiel hier ഫസ്റ്റ് വേർബ് എസൻ ടു ഈറ്റ്. അവിടെ നമ്മൾ എസ്, അവിടെ നോർമലി നമ്മൾ റീഗൽ മേസിക പോലെ ഈ ചേർത്ത് പറയുക. പക്ഷെ ദൂന് വരുമ്പോഴത്തേനും ST ആണ് വരിക. പക്ഷെ അവിടെ ഒരു ചേഞ്ച് വന്നു. അവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ഇ മാറി അവിടെ ഒരു ഐ ആയി. സെക്കൻഡ് തേർഡ് പേഴ്സൺ ആണെങ്കിൽ RSC, അവിടെയും ST വന്നു, അല്ലെങ്കിൽ ടി വന്നു ലാസ്റ്റ്. പക്ഷേ അവിടെ ഇ മാറി വീണ്ടും ഐ ആയി. ഈ രണ്ടിടത്തുമായിരിക്കും ചേഞ്ചസ് വരിക. ബാക്കിയെല്ലാം പഴയതുപോലെ ആയിരിക്കും. VASN, EAST, CSN. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളാണ് ഫാറൻ, ടു ഡ്രൈവ് അല്ലെങ്കിൽ ടു ട്രാവൽ. ഫാറ്, അവിടെ ഈ ചേർത്തു. ദു ഫെയർസ്റ്റ്, അവിടെ എയ്ക്ക് പകരം ആയ്ക്ക് പകരം ആ ഉംലൗട്ടാണ് ചേർത്തേക്കുന്നത്. ദു ഫെയർസ്റ്റ്. RSC ഫാറ്റ്. VFRN, EFAT, CFARN. ബാക്കിയെല്ലാം സെയിം. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ സിംഗുലറിലും തേർഡ് പേഴ്സൺ സിംഗുലറിലും ആയിരിക്കും ചേഞ്ചസ് വരിക. സേൻ, auch ein regelmäßiger Verben. Ich sehe, du siehst, siehst. അവിടെ സെക്കൻഡ് ലെറ്റർ ഇ മാറി IE വന്നു അവിടെ. VSAN, ES8, CSAN. സോ ഇതാണ് കോൺജുഗേഷൻ്റെ ബേസിസിൽ ഉള്ള വേർബിൻ്റെ ഡിവിഷൻസ്. റീഗൽ മേസിക, ഉൺറീഗൽ മേസിക വേബ്. സോ ഒരു സമ്മറി ആണെങ്കിൽ റീഗൽ മേസിക വേബും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു. ദ പാറ്റേൺ ഇസ് വെർബ് സ്റ്റാമ്പ് പ്ലസ് EST TEN. ഉൺറീഗൽ മേസിക വേബിന് നെസസറിലി ഒരു പാറ്റേൺ ഇല്ല. അവർക്ക് സ്വന്തമായിട്ടൊരു പാറ്റേൺ ഉണ്ടാവും. ബട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ്. അതാണ് അവിടുത്തെ പ്രശ്നം. മോസ്റ്റ് ഓഫ് ദ ടൈം ദൂവിലും സെക്കൻഡ് പേഴ്സൺ സിംഗുലറിലും RSC തേർഡ് പേഴ്സൺ സിംഗുലറിലും ആയിരിക്കും ചേഞ്ചസ് വരിക. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഇ മാറി ഐ വരുന്നു, അല്ലെങ്കിൽ ആ മാറി ആ ഉംലൗട്ട് വരുന്നു, അല്ലെങ്കിൽ ഇ മാറി ഐ വരുന്നു. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദർ ഇസ് നോ ട്രിക്ക് ടു സ്റ്റഡി ഉൺറീഗൽ മേസിക വേബ്. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് നിനക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ യു ക്യാൻ ആ ലിസ്റ്റിനകത്ത് ഒരു മോസ്റ്റ് കോമൺ A1 വേർബ്സ് ഇട്ടിട്ടുണ്ട് ഉൺറീഗൽ മേസിക വേബ്. ദാറ്റ്സ് നോട്ട് ഇനഫ് ബട്ട് ഫോർ നൗ, ലൈക്ക് ഇപ്പോൾ യു ഹാവ് സ്റ്റാർട്ടഡ് ഓൺലി. അതിന് വേണ്ടിയിട്ടുള്ള വേർബ്സ് ഉണ്ട്. After a while you will start to read the textbooks and everything, then you will understand, then you will grasp a lot of unreal messier verb. Also when you read something in your textbookil എന്തെങ്കിലും വായിക്കുമ്പം അത് ഉൺറീഗൽ മേസിക വേർബിനായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സീ കോൺജുഗേഷൻ. ഉൺറീഗൽ മേസിക വേർബ് എന്നാണെന്ന് കാണുകയാണെങ്കിൽ യു ഹാവ് ടു അണ്ടർലൈൻ ഇറ്റ്. ദെൻ യു ക്യാൻ പിന്നീട് വായിക്കുമ്പം സിമ്പിളായിട്ട് തോന്നും. So I hope you understood what I tried to explain.